ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ബാബു മിനൽ ഈമാനി ബില്ലാഹ് അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്, ഖദറിലുള്ള അള്ളാഹുവിൻ്റെ വിധിയിലുള്ള ക്ഷമ, സുബ്ർ എന്നുള്ളത് അള്ളാഹുവിലുള്ള ഈമാനിൽ പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസറുകളുമെല്ലാമാണ് നമ്മൾ വായിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളതും അതിൻ്റെ വിശദീകരണം ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞതും നമ്മൾ വായിച്ചു. അതിനുശേഷമുള്ള ബാബുകൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇനി കിതാബ് തൗഹീദിൽ പറയുന്നത് ഷിർക്കിൻ്റെ ഇനങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരാൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അറിയാതെ അയാളിൽ കടന്നു വരുന്ന ഷിർക്കിൻ്റെ ഇനങ്ങൾ. നമ്മൾ അതല്ലാത്ത കഴിഞ്ഞുള്ള മുമ്പ് ബാബുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ബഹ് ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവരിലേക്ക് അറിവ് നടത്തുന്നത്, സഹായം തേടുന്നത്, രക്ഷ തേടുന്നത്, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം പ്രകടമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരാളിൽ വളരെ ഗോപ്യമായ നിലക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള, എന്നാൽ ഷിർക്കിൻ്റെ തന്നെ ഗൗരവമുള്ള ഇനങ്ങളായി മാറാനും സാധ്യതയുള്ള ചില ഷിർക്കിൻ്റെ ഇനങ്ങളുണ്ട്. അതാണ് ഇനിയുള്ള കുറച്ച് ബാബുകളിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നത്. അതിലാദ്യത്തേത് ബാബു മാ ജാഅ ഫി ദിയാഉമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. റിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറാഅത്തൻ, അതായത് വന്നിട്ടുള്ളത് അതിൻ്റെ മുറാഅത്ത് എന്നുള്ള മസ്ദറിൽ നിന്നാണ്. അതിൻ്റെ ഉദ്ദേശം ആളുകൾ കാണാൻ വേണ്ടി, ആളുകൾ കാണുക, ആളുകൾ അറിയുക, അങ്ങനെയുള്ള ലക്ഷണത്തോടു കൂടി ചെയ്യുന്ന അമലുകൾ. അവൻ ബാഹ്യമായി ആ കർമ്മം ചെയ്യുമ്പോൾ നല്ല രീതിയിലായിരിക്കും, പക്ഷെ അവൻ്റെ അകത്തെ ഉദ്ദേശം വേറൊന്നായിരിക്കും, ആളുകൾ കാണണം എന്നുള്ള നിലക്കായിരിക്കും. അതാണ് റിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ ഷിർക്കുൻ അസ്ഗർ എന്നുള്ള പേരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഷിർക്കുൻ അസ്ഗർ? ഷിർക്കിനെ പ്രധാനമായും രണ്ട് തരങ്ങളിലായിട്ടും അതോടൊപ്പം ഒരിനമായിട്ട് കൂടി ഉലമാക്കൾ എണ്ണാറുണ്ട്. ഒന്ന് ഷിർക്കുൻ അക്ബർ, രണ്ട് ഷിർക്കുൻ അസ്ഗർ, മൂന്നാമത്തേതായി എണ്ണാറുള്ളത് ഷിർക്കുൻ ഖഫി. അല്ലെങ്കിൽ മറ്റു ചില പണ്ഡിതന്മാർ ഷിർക്കിനെ ഷിർക്കുൻ ജലിയുൻ, ഷിർക്കുൻ ഖഫിയുൻ എന്നീ രണ്ട് തരത്തിലാക്കാറുണ്ട്. ഒരു ജലീന്റെ അകത്ത് ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അസ്ഗർ, ഖഫീന്റെ അകത്ത് ഷിർക്കുൻ ഖഫി, അങ്ങനെയൊക്കെ ഓരോ തരത്തിൽ വേർതിരിക്കാറുണ്ട്. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശം ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ അത് സംഭവിച്ചാൽ അവൻ മില്ലത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും നരകത്തിൽ ശാശ്വതനാവുകയും ചെയ്യും. ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചാൽ അവൻ ചെയ്ത ആ അമല്, ഏത് അമലിലാണോ ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചിട്ടുള്ളത്, ആ അമല് പൊളിഞ്ഞു പോവുകയും അവനതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും, പക്ഷേ നരകത്തിൽ ശാശ്വതനാവുകയില്ല. ഷിർക്കുൻ ഖഫി എന്ന് പറഞ്ഞാൽ വളരെ ഗോപ്യമായ നിലക്ക് ഉണ്ടാകുന്ന ഷിർക്കിന്റെ ഇനങ്ങളാണ്. അതവൻ ചിലപ്പോൾ അറിയാതെ തന്നെ സംഭവിച്ചു പോകുന്ന ചില ഹദീസുകൾ വന്ന പോലെ ഒരു കുരാകൂരിട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്കല്ലിന് മുകളിലൂടെ ഒരു കറുത്ത ഉറുമ്പ് സഞ്ചരിക്കുന്നത് പോലെ കയറിക്കൂടാവുന്ന ഷിർക്കിന്റെ ഇനങ്ങളുമുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം പറയുന്നത് റിയാ ആണ്. മജാ ഫി റിയാവുമായി ബന്ധപ്പെട്ട്, ആളുകൾ കാണാൻ വേണ്ടി അമൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അതിലാദ്യം കൊടുത്തിട്ടുള്ള ആയത്ത് വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് فمن كان يرجو لقاء ربه
فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ അവസാനത്തെ ആയത്താണ്. ഈ ആയത്തിൽ അതിന്റെ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. അഥവാ ഭക്ഷണം കഴിക്കുന്ന, വൈവാഹിക ജീവിതം നയിക്കുന്ന, വിചാരങ്ങളുള്ള, ജനിച്ചിട്ടുള്ള, മാതാപിതാക്കളുള്ള, മരണപ്പെടുന്ന അങ്ങനെ ഒരു മനുഷ്യനാണ്. യൂഹ ഇലയ്യ. പക്ഷെ എന്താണ് വ്യത്യാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റുള്ള മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂഹ ഇലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്, അള്ളാഹുവിൽ നിന്ന് മലക്ക് മുഖേനയുള്ള വഹി ലഭിക്കുന്നവനാണ് ഞാൻ. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എന്താണ് വഹി ലഭിക്കുന്നത്? അതിൽ ഏറ്റവും അടിസ്ഥാനം എന്താണ്? വഹീന്റെ എല്ലാ നബിമാർക്കും അയച്ചിട്ടുള്ള വഹീന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ മഅബൂദ്, നിങ്ങൾ ആരാധിക്കേണ്ടത് ഒരേ ഒരു ഇലാഹിനെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും, നിങ്ങൾ സഹായം തേടേണ്ടതും, നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടതും, നിങ്ങൾ അറിവ് നടത്തേണ്ടതും, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അതെല്ലാം ചെയ്യേണ്ടത് ഒരേ ഒരു ഇലാഹിനാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരാണോ തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ റജാ എന്നുള്ളതിന് ഖൗഫ് എന്നുള്ള അർത്ഥത്തിലും ചില തഫ്സീറുകളിൽ കാണാം. അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടണമല്ലോ എന്നുള്ള ഭയം ആർക്കാണ് ഉള്ളത്? ഫലിയഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അവൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അവൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ, ആരാധനാ കർമ്മങ്ങളിൽ അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും മറ്റൊരാൾക്കും അതിന്റെ വകവെച്ചു കൊടുക്കാതെ പങ്കു ചേർക്കാതിരിക്കട്ടെ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ ഈ ആയത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെ പോലെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ ഒരിനത്തിനും ആരർഹനല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർഹനല്ല. ഉലൂഹിയത്തോ റുബൂബിയത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. ഒരു വസ്തുവിനെ പടച്ചതോ സൃഷ്ടിച്ചതോ അതിന് ഉപജീവനം നൽകുന്നതോ അതിന് ഉത്തരവാദിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അതുപോലെ തന്നെ പ്രാർത്ഥിക്കപ്പെടാനോ സഹായം ചോദിക്കപ്പെടാനോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവകാശവുമില്ല. അതിനെല്ലാം അവകാശി ആരാണ്? അതാണ് വഹി നൽകപ്പെട്ടത്. അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. എന്നിട്ട് പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരാണോ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള അർത്ഥം അതിന്റെ വിശദീകരണത്തിൽ കാണാം. യഖാഫുൽ മസീറ ഇലൈഹി വയത്മഉ ബിറുയതിഹി യൗമൽ ഖിയാമ, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതിനെ ഭയപ്പെടുന്നതും, അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ കുറിച്ച് ഭയപ്പെടുന്നതും, അതുപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നതും. രണ്ടർത്ഥമുണ്ട്. ഈ റജായിന് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. ഈ ആയത്തിൽ ഖൗഫ് എന്നുള്ള അർത്ഥത്തിലും തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതാണോ ആ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണുന്ന പ്രതീക്ഷ വെക്കുന്നത്, അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഫലിയഅമൽ അമലൻ സ്വാലിഹൻ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. അതായത് ശറഅ നിശ്ചയിച്ചിട്ടുള്ള, ദീന് പഠിപ്പിച്ചതനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ അവൻ നിർവഹിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി, അവന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഇതിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ലാ യുറാഇ ബിഅമലിഹി, അവന്റെ കർമ്മങ്ങൾ റിയാഓടുകൂടി അവൻ ചെയ്യരുത്. ചെയ്യുന്ന കർമ്മങ്ങളിൽ റിയാ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അഹദൻ എന്നുള്ള വാക്ക് അറബി ഭാഷയിൽ നെക്കിറ സിയാഖുൻ നഫീന്റെ രീതിയിലാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നെക്കിറയായിട്ടുള്ള ഒരു പദം ചെയ്യരുത് എന്ന നിലക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമൂമാണ്. അഥവാ ഒന്നിനു വേണ്ടിയിട്ടും അവന്റെ കർമ്മങ്ങളിൽ റിയാ ഉണ്ടാകാൻ പാടില്ല. ഇത് ഈ ബാബുമായി കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ എന്നുള്ള ഭാഗമാണ്. കാരണം ആ ഭാഗത്തിനെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശിർക്ക് ചെയ്യരുത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്കും റിയാ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ ഷിർക്കിന്റെ ഗൗരവം നമ്മൾ കഴിഞ്ഞ ഒരുപാട് ബാബുകളിലുമെല്ലാം അതല്ലാതെയും നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അഥവാ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഇബാദത്ത് ഏതെങ്കിലും തരത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വകവെച്ചു കൊടുക്കുക എന്നുള്ളത്, അതിൽ നമ്മൾ അറിയാതെ നമ്മൾ സംഭവിച്ചു പോകുന്ന ഗൗരവമുള്ളൊരു കാര്യമാണ് റിയാ എന്നുള്ളത്.
നമ്മൾ പറഞ്ഞു ഷിർക്കുൻ അക്ബർ പറഞ്ഞു, ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ ഷിർക്ക് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്ന, മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചെറുതല്ലേ എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവം വൻപാപങ്ങളെക്കാൾ ഗൗരവം എതിരാണ് ചെറിയ ഷിർക്കിനാണ്. വൻപാപങ്ങൾ എന്നുള്ളത് അള്ളാഹുവിന്റെ മശീയത്തിന് കീഴെ പൊറുക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഒരാൾ ഒരു വൻപാപം ചെയ്തു വന്നു, ഒരാൾ ഷിർക്കുൻ അസ്ഗർ ചെയ്തു വന്നു. അധിക പണ്ഡിതന്മാരും പറഞ്ഞു വൻപാപം ചെയ്തവന് അള്ളാഹു പുറത്ത് നൽകാനുള്ള സാധ്യതയുമുണ്ട്, ഇല്ലാതെയുണ്ട്, അള്ളാഹുവിന്റെ മശീയത്തിന് കീഴെയാണ്. എന്നാൽ ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചവന് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവന് മഗ്ഫിറത്തില്ല, അവൻ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അവൻ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഷിർക്കിന്റെ ഗൗരവം എന്ന് പറയുന്നത്. അപ്പൊ റിയാ എന്നുള്ളത് മറ്റേതൊരു വൻപാപത്തിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പോ അതിനെ സൂചിപ്പിക്കുന്ന ആയത്താണ് സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ഈ ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയതായി കണ്ടിട്ടുണ്ട്. കാരണം അതിന്റെ ആശയം, ഇതിൽ അടങ്ങിയിട്ടുള്ള ആശയം അത്രയും വിശാലമായിട്ടുള്ള ആശയങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ ആയത്തിനെ മാത്രം വിശദീകരിച്ച് ചില പണ്ഡിതന്മാർ ചില കിതാബുകൾ അല്ലെങ്കിൽ റിസാലകൾ എഴുതിയിട്ടുണ്ട്. അടുത്തത് ഒരു ഹദീസാണ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് എന്ത് പറയുക? അൽ ഹദീസുൽ ഖുദ്സി എന്ന് പറയുന്നത്. ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ്. അതിൽ അങ്ങനെ ഒരു ഹദീസാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അന അഗ്ന ശുറകാ അനി ശിർക്ക്, ഞാൻ പങ്കുകാർ ആവശ്യമില്ലാതെ അഥവാ പങ്കു ചേർക്കുന്നതിൽ ഒരു പങ്കുകാരനും ആവശ്യമില്ലാത്ത വിധം ധന്യനായിട്ടുള്ളവനാണ് ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് പറഞ്ഞു, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമല് ചെയ്യുകയാണ്, അശ്റക മഈ ഫീഹി ഗൈരി, അതിൽ എന്നോടൊപ്പം മറ്റൊരാളെ, ആ കർമ്മത്തിൽ എന്നോടൊപ്പം മറ്റൊരാളെ അവൻ പങ്കു ചേർക്കുന്നു, തറക്തുഹു വശിർക്കഹു, അവന്റെ അമലിനെയും അതുപോലെ തന്നെ അവന്റെ ആ പങ്കു ചേർക്കലിനെയും എല്ലാത്തിനെയും ഞാനതാ ഒഴിവാക്കുന്നു, അള്ളാഹുവിന് അത് ആവശ്യമില്ല എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. റിയായിന്റെ ബാബുകളിൽ, റിയാവുമായി ചർച്ച ചെയ്യുന്ന കിതാബുകളിലും അതുപോലെയുള്ള ഹദീസുകളിലെല്ലാം ഒന്നാമതായി കൊടുക്കുന്ന ഒരു ഹദീസാണിത്. ഒന്നാമതായി കൊടുക്കുന്ന ഒരു ഹദീസാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്, ഒരു തരത്തിലും ഒരു പങ്കുകാരനും ആവശ്യമില്ലാത്ത വിധം ധന്യനാണ് അള്ളാഹു തആല. ആ വാക്കിന്റെ ഒരു ശക്തി ആലോചിച്ച് നോക്കി. അതായത് ഏതെങ്കിലും തരത്തിൽ അള്ളാഹുവിനോടൊപ്പം ഒരു പങ്കുകാരൻ ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം അയാൾക്ക് ഉണ്ടാവണം. എന്നാൽ സൃഷ്ടിപ്പിലോ ഉപജീവനം നൽകുന്നതിലോ അല്ലെങ്കിൽ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നതിലോ അല്ലെങ്കിൽ എന്ത് കാര്യം എടുത്താലും, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏത് കാര്യമെടുത്താലും അതിലൊന്നും അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഒരു 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 ജോലിയില്ല, ഒരു സ്ഥാനമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നത്, അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോ ഒരു തരത്തിലും ഒരു പങ്കുകാരൻ ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹു പറയുന്നത്, അന അഗ്ന ശുറകാ അനി ശിർക്ക്, ഒരു പങ്കുകാരൻ ആവശ്യമില്ലാത്ത വിധം ധന്യനാണ് ഞാൻ. എന്നിട്ട് പറഞ്ഞു, മൻ അമില അമലൻ അശ്റക മഈ ഫീഹി ഗൈരി, ആരെങ്കിലും ഒരു അമല് ചെയ്യാൻ, ആ അമല് ചെയ്യുമ്പോ എനിക്ക് വേണ്ടി ചെയ്യുന്നതിനോടൊപ്പം വേറെ ആരെങ്കിലും കാണാൻ വേണ്ടി അവൻ ആ അമല് ചെയ്യുകയാണ് എങ്കിൽ, വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൂടി അവൻ ആ അമല് ചെയ്യുകയാണെങ്കിൽ, തറക്തുഹു വശിർക്കഹു, അവന്റെ അമല് ഞാൻ ഒഴിവാക്കും. അതുപോലെ തന്നെ പങ്കു ചേർന്നുകൊണ്ട് എനിക്കുള്ള ഓഹരി എന്ന നിലക്ക് അതും ഞാൻ ഒഴിവാക്കും. അള്ളാഹുവിന് അത് ആവശ്യമില്ല, അള്ളാഹുവിന് അങ്ങനെ ഒരു അമല് ആവശ്യമില്ല. അള്ളാഹു തആല ഖാലിസായിട്ടുള്ള അമലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ഈ ഹദീസിലും ഉദ്ദേശിക്കുന്ന ഷിർക്ക് എന്നുള്ളത് റിയാ ആണ്. അള്ളാഹുവിനോടൊപ്പം മറ്റൊരാൾ കണ്ടുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് ഇതിലും ഈ ഹദീസിലും ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു. അപ്പൊ റിയാ വന്നിട്ടുള്ള അമല് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അടുത്തൊരു ഹദീസാണ്, വൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു മർഫൂആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി
മിനൽ മസീഹി ദജ്ജാൽ അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ, ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്താണെന്ന് ഞാൻ അറിയിക്കട്ടെയോ, മിനൽ മസീഹി ദജ്ജാൽ, മസീഹി ദജ്ജാലിനേക്കാൾ. ഇത് ഒരിക്കൽ സഹാബികൾ ഒരു കൂടിയിരുന്ന് അവർ ഒരു കാര്യം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവർ സംസാരിക്കുന്നത് മസീഹ് ദജ്ജാലിനെ പറ്റിയിട്ടായിരുന്നു. മസീഹ് ദജ്ജാലിനെ പറ്റി സഹാബികൾ അവർ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ മസീഹ് ദജ്ജാലിനെ പറ്റിയിട്ട് ഒരു ഹദീസ് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പേടി വൈകുന്നേരത്തിൽ അവർ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുമായിരുന്നു. അത്ര ഗൗരവത്തിൽ ദജ്ജാലിന്റെ വിഷയം അവർ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അത്ര ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മസീഹ് ദജ്ജാലിനേക്കാൾ ഭയപ്പെടുന്നത് എന്താണ്? ഈ മസീഹ് ദജ്ജാൽ എന്നുള്ള പേരിന്റെ അർത്ഥം? അൽ മസീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് വരാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, മംസൂഹൽ ഐൻ, ദജ്ജാലിന്റെ ഒരു കണ്ണ് മായ്ച്ച പോലത്തെ അവസ്ഥയിലാണ്. മസ എന്ന് പറഞ്ഞാൽ തൊടുക, മായ്ക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ സ്പർശിക്കുക എന്നുള്ളതിൽ ഉപയോഗിക്കും. അപ്പോൾ അത് മായ്ച്ചു കളഞ്ഞ രൂപത്തിലാണ്. അതുപോലെ തന്നെ അത് രണ്ടാമത്തെ അർത്ഥം, അവൻ ഭൂമിയിൽ വേഗം സഞ്ചരിക്കുന്നവനാണ്. അത് മസഹൽ അർദ് എന്ന നിലക്കും ആ വാക്ക് ഉപയോഗിക്കും. അതുകൊണ്ടാണ് മസീഹ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കസ്റത്തു ദജ്ജൽ, ദജ്ജൽ എന്ന് പറഞ്ഞാൽ കദിബാണ്, കളവാണ്. അപ്പോൾ ധാരാളം കളവ് പറയുന്ന ഒരുവനാണ് ദജ്ജാൽ. അതുകൊണ്ടാണ് അൽ മസീഹു ദജ്ജാൽ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. മസീഹു ദജ്ജാലിനെ പറ്റി കൂടുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിനെ താക്കീത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഫിത്നയായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് മസീഹു ദജ്ജാൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സഹാബികൾ മസീഹ് ദജ്ജാലിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്, നിങ്ങൾ മസീഹ് ദജ്ജാലിനെ എത്ര പേടിക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യത്തെ പറ്റി ഓർമ്മപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു. ഖാലു ബല, അപ്പോൾ സഹാബികൾ പറഞ്ഞു അതേ റസൂലെ, അറിയിക്കണം എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അശ്ശിർകുൽ ഖഫിയ്യു, ഷിർക്കുൽ ഖഫിയ്യ്, ഗോപ്യമായിട്ടുള്ള ഷിർക്കാണത് എന്ന് പറഞ്ഞു. ഗോപ്യമായിട്ടുള്ള ഷിർക്കാണ് എന്നുള്ള പേരിൽ അതിനെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞത് എന്താണ്? യഖൂമു റജുലു ഫയുസല്ലി, ഒരു വ്യക്തി അവൻ നിസ്കരിക്കുകയായിരിക്കും. ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നദരി റജുലിൻ, അവൻ നിസ്കരിക്കുമ്പോൾ വേറൊരാൾ നോക്കുന്നുണ്ട് എന്നവൻ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ആ നിസ്കാരം അവൻ ഒന്നുകൂടി നന്നായി നിസ്കരിക്കും. അഥവാ ഒന്നുകൂടി ആളുകൾ കാണുന്നുണ്ടല്ലോ, ഒരു വ്യക്തി നോക്കുന്നുണ്ടല്ലോ എന്ന നിലക്ക് അവന്റെ നിസ്കാരം ഒന്നുകൂടി നല്ല രീതിയിലാക്കി അവൻ നിസ്കരിക്കുന്നതിനാണ് അശ്ശിർക്കുൽ ഖഫിയ്യ്, അല്ലെങ്കിൽ ചെറിയ റിവായത്തിൽ ഷിർക്കുൻ അസ്ഗർ എന്നുള്ള പേരിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് റിയാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ്. ഇബ്നു മാജയും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി ഈ ഒരു കാര്യത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, റിയാ എന്താണെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ കർമ്മങ്ങൾ എത്രത്തോളം ഇഖ്ലാസോട് കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ എന്തെങ്കിലും ശിർക്കിന്റെ ഇനങ്ങൾ കടന്നുകൂടുമ്പോൾ ആ അമല് മുഴുവൻ തകർന്നു പോകുന്ന അവസ്ഥയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിപ്പോകാറുള്ള അല്ലെങ്കിൽ സംശയം തോന്നാറുള്ള ഒരു കാര്യം, ചിലപ്പോൾ നിസ്കാരമാകാം, അല്ലെങ്കിൽ ഖുർആൻ പാരായണമാകാം, അല്ലെങ്കിൽ ദാനധർമ്മമാകാം, അല്ലെങ്കിൽ എന്ത് അമലുമാകാം. എന്ത് അമലിലും റിയാ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആളുകൾ കാണുമ്പോൾ ഒന്ന് നന്നാക്കാൻ തോന്നുക, ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന അവസ്ഥ, അതാണ് റിയാ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ഈ ഹദീസ് ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം. ഇത്രയുമാണ് ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഇമാം സഅദി റഹിമഹുല്ലാഹ് അടുത്ത ബാബും കൂടി ഒരുമിച്ചിട്ടാണ് ഇതിന്റെ ഷർഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതുകൂടി വായിച്ചിട്ട് നമുക്ക് ഇമാം സഅദി റഹിമഹുല്ലാഹയുടെ ഷർഹ് വായിക്കാം. അടുത്ത ബാബും റിയാഇനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ബാബുൻ മിനശ്ശിർക്കി ഇറാദത്തുൽ ഇൻസാനി ബിഅമലിഹി അദ്ദുനിയ. ശിർക്കിൽ പെട്ടതാണ് ഒരു മനുഷ്യൻ അവന്റെ കർമ്മം കൊണ്ട്, അവന്റെ ഇബാദത്തുകൾ കൊണ്ട്, അമല് കൊണ്ട് ദുനിയാവ് ഉദ്ദേശിക്കുക എന്നുള്ളത്, ദുനിയാവ് ലക്ഷ്യം വെക്കുക എന്നുള്ളത്, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ദുനിയാവ് ലക്ഷ്യം വെക്കുക എന്നുള്ളത് ശിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളിൽ അറിയാതെ കടന്നുകൂടാൻ കൂടുതൽ സാധ്യതയുള്ള, ഒരുപക്ഷെ റിയാഇനേക്കാൾ ഗോപ്യമായി കടന്നുകൂടാവുന്ന ഒരു കാര്യമാണ് ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ ലക്ഷ്യം വെക്കുക എന്നുള്ളത്. അത് റിയാഇനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്.
അതുകൊണ്ടാണ് പിന്നെ ഒരു സത്യവിശ്വാസിയെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഹദീസ് എന്നുള്ള നിലക്കൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. ഒരിക്കൽ ഒരു താബിഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണാൻ വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദിൽ ഇരിക്കുകയാണ്, മസ്ജിദിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഈ താബിഈ പോയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ കേട്ട ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഹദീസ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറയും പിന്നെ താബിഈ ഇവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള ഒരു ഹദീസ് പറഞ്ഞുതരാൻ പറയും. അങ്ങനെ പറയാൻ തുടങ്ങുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നെ വിതുമ്പാൻ തുടങ്ങും, പറയാൻ പറ്റാതെ വരുന്ന അവസ്ഥ. വീണ്ടും പറയും ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാൻ തുടങ്ങും. വീണ്ടും പറയാൻ തുടങ്ങുമ്പോൾ പറയാൻ സാധിക്കാത്ത അവസ്ഥ വരും. മൂന്നാമതും പറയാൻ തുടങ്ങുമ്പോൾ വിഴാൻ പോകുന്ന രീതിയിൽ അത്രത്തോളം പിന്നെ വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആവും. അങ്ങനെ വീണ്ടും ഇരുന്നുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടൊരു ഹദീസാണ് ആദ്യമായി നരകത്തിൽ കിടക്കുന്ന മൂന്നാളുകളെ പറ്റിയിട്ടുള്ളത്. ആ ഹദീസ് ഉദ്ധരിച്ച് കൊടുക്കുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹദീസ് അറിയുന്നുണ്ടാകും, എന്നാലും അതിന്റെ ആശയം പറയാം. ആദ്യമായി നരകത്തിലേക്ക് എറിയപ്പെടുന്ന മൂന്നാളുകൾ അത് ആരൊക്കെയാണ്? ഒന്ന്, ഷഹീദായി മരണപ്പെട്ടൊരു വ്യക്തി. 2, ഇൽമുള്ള ഖുർആൻ പഠിച്ചിട്ടുള്ള വ്യക്തി. 3, സദഖ നൽകിയിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുഭവത്തോടു കൂടിയിട്ടാണ് അത് കേൾക്കേണ്ടി വരിക. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ ദറജ ലഭിക്കാൻ കാരണമാകുന്ന 3 കർമ്മങ്ങളാണിത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ നരകത്തിലേക്ക് കിടക്കുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞു കൊടുക്കുന്നത്, ഷഹീദായ വ്യക്തിയെ അല്ലാഹു തആല നാളെ പരലോകത്ത് വിളിക്കും, വിചാരണയ്ക്ക് വേണ്ടി വിളിക്കും. എന്നിട്ട് ചോദിക്കും, ഞാൻ നിനക്ക് തന്ന കഴിവും ആരോഗ്യവും ധീരതയും കൊണ്ട് നീ എന്താണ് ചെയ്തത്? അപ്പോൾ വ്യക്തി പറയും, ഞാൻ നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തു പോരാടി ഷഹീദായി കൊല്ലപ്പെടുന്നവരെ എന്ന് പറയും. അല്ലാഹു തആല പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ ഇത് ചെയ്തത് ആളുകൾ നിന്നെ പറ്റി നീ ധീരനാണെന്ന് പറഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അത് നീ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവന് നരകത്തിലേക്ക് എറിയാൻ പറയും. രണ്ടാമത്തെ ആള് ഖുർആൻ പഠിച്ചിട്ടുള്ള ഇൽമു നേടിയിട്ടുള്ള ഒരാളായിരിക്കും. അയാൾ ഇത് ചോദിക്കും, നീ എന്താണ് നിനക്ക് തന്ന കഴിവുകൊണ്ട് നീ ചെയ്ത്? ഞാൻ ഇൽമു പഠിച്ചു, ഖുർആൻ ഓതി ഒക്കെ ചെയ്തു പറഞ്ഞു, നിനക്ക് വേണ്ടി എന്ന് പറയും. അല്ലാഹു പറയും, കദബ്ത, നീ പറയുന്ന കളവാണ്. നീ ഇത് ചെയ്തത് ആളുകൾ നിന്നെ പറ്റി പറയണം, നീ ആലിമാണ് ഖാരി ആണെന്ന് ആളുകൾ പറഞ്ഞു കേൾക്കണം, അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ നരകത്തിലേറെ പറയും. മൂന്നാമത്തെ ആള് സമ്പത്ത് നൽകപ്പെട്ട ആള്. അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് സമ്പത്ത് നൽകിയോണ്ട് എന്താ ചെയ്തത്? അയാൾ പറയും, നിന്റെ മാർഗത്തിൽ എനിക്ക് ചെലവഴിക്കാൻ അവസരം കിട്ടിയാലൊക്കെ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് പറയും. അല്ലാഹു പറയും, കദബ്ത, നീ പറഞ്ഞ കളവാണ്. അയാൾ നരകത്തിലുള്ളൂ. കാരണം അയാൾ നല്ല ജവാദാണ്, ഔദാര്യശീലനാണ് എന്ന് ആളുകൾ കേൾക്കാൻ വേണ്ടി, ആളുകൾ പറയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അഥവാ ദുനിയാവിലെ കാര്യങ്ങളാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ അവർ നരകത്തിലേക്ക്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ അടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഇവരാണ് ആദ്യമായി നരകത്തിൽ എറിയപ്പെടുന്നതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ആ താബിഈക്കും ഉദ്ധരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൗരവമുള്ള ഒരു ഹദീസാണത്, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഹദീസുമാണ്. അപ്പോൾ ദുനിയാവിന് വേണ്ടി അമല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുനിയാവിന് എന്ത് നേട്ടമാവട്ടെ, പ്രശസ്തിയാവട്ടെ, സ്ഥാനമാവട്ടെ, സമ്പത്താവട്ടെ, എന്തിനു വേണ്ടി അമല് ചെയ്താലും അത് ശിർക്കിന്റെ ഇനത്തിലാണ്. അത് എത്രത്തോളം ലക്ഷ്യം വെക്കുന്ന അനുസരിച്ച് അത് ശിർക്കുൻ അക്ബർ ആകുമോ അസ്ഗർ ആകുമോ എന്നുള്ളതാണ്. ഈ ബാബിലെ ആദ്യം ഒരായത്താണ് കൊടുത്തിട്ടുള്ളത്. വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. അല്ലാഹു തആല പറയാണ് സൂറത്ത് ഹൂദിലെ 15-ാമത്തെ ആയത്താണ്. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ, ആരാണോ ദുനിയാവിലെ ജീവിതം ലക്ഷ്യം വെക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, വസീനതഹ, അതുപോലെ ദുനിയാവിലെ അലങ്കാരങ്ങളും, നുവഫി ഇലൈഹിം അഅമാലഹും, അവന്റെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു തആല നൽകും, ഫീഹാ, ദുനിയാവിൽ വെച്ച്, വഹും ലാ യുബ്ഖസൂൻ, അവർ നഷ്ടം പറ്റിയ ലഭിക്കാത്ത ആളുകളായിട്ട് അവർ തീരുകയില്ല. തൊട്ടടുത്ത ആയത്ത് കൂടി നമ്മൾ വായിക്കണം. ഇത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിന്റെ മത്നിൽ കൊടുത്തിട്ടില്ല, അത് ഇതിനോട് ചേർന്നിട്ടുള്ളതാണ്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, അവർക്ക് ദുനിയാവിൽ എന്താണ് അവർ ഉദ്ദേശിച്ച് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, അക്കൂട്ടർക്ക് പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല. വഹബിത മാ സ്വനഉ ഫീഹാ, ദുനിയാവിൽ അവർ ചെയ്തു കൂട്ടിയതെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടാകും.
വബാതിലും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതെല്ലാം ബാത്തിലായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ ഈ ആയത്തിൽ നോക്കൂ, അല്ലാഹു തആല ആദ്യം തന്നെ പറഞ്ഞ എന്താ? മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ, ആരാണോ ദുനിയാവ് ഉദ്ദേശിക്കുന്നത്, വസീനത്തഹ, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, നുവഫി ഇലൈഹിം അഅമാലഹും, അവരുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു യോജിച്ചത് നൽകുന്നതാണ്. അതായത് ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്. അതായത് ഒരാൾ നല്ലൊരു കാര്യം, ഒരു കാഫിറാണ്, അയാളൊരു നല്ല കാര്യം ചെയ്തു വിചാരിച്ചോ, അയാൾ എന്താണോ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു തആല ദുനിയാവിൽ കൊടുക്കും. ദുനിയാവിൽ അയാൾ സ്ഥാനമാണോ, പേരാണോ, പ്രശസ്തിയാണോ, പണമാണോ, അധികാരമാണോ, ആ ചെയ്ത കർമ്മത്തിന് എന്താണോ അയാളുടെ ഉദ്ദേശം. എന്തായാലും കാഫിർ എന്തുദ്ദേശിക്കൂല? പരലോകത്ത് സ്വർഗ്ഗം കിട്ടണം ഉദ്ദേശിക്കൂല, പാപം പുറത്തു കിട്ടണം ഉദ്ദേശിക്കൂല, അള്ളാഹിന് വേണ്ടിയാണ് ഉദ്ദേശിക്കൂല, അള്ളാഹിന്റെ തൃപ്തി ഉദ്ദേശിക്കൂല. അവൻ എന്താണോ, അവന് ദുനിയാവ് വരെയുള്ളൂ, അതിന്റെ അകത്ത് അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. ലാ യുബ്ഖസൂൻ, അവർക്ക് അതിലൊരു കുറവുണ്ടാവില്ല. ഒരു കുറവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തും. മറ്റൊരു ആയത്ത് കാണാം സൂറത്തുൽ ഇസ്രായിൽ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, ദുനിയാവ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദുനിയാവ് തന്നെ കൊടുക്കും, പെട്ടെന്ന് അല്ലാഹു കൊടുക്കും. അപ്പോൾ പല ആളുകൾക്കും, പല മുസ്ലിമീങ്ങൾക്ക് തന്നെ സംശയം തോന്നാറുണ്ട്, എന്താണ് മുസ്ലിമീങ്ങൾക്ക് ഇത്ര ദുരിതം, മുസ്ലിങ്ങൾക്ക് ഇത്ര കഷ്ടപ്പാട് ദുനിയാവിൽ? അള്ളാഹിനനുസരിച്ച ആളുകൾ, അവിടെ കാഫിറുകൾ കാണില്ലേ എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിക്കുന്നത്, അവർക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ലഭിക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല ആഹ്ലാദത്തിലും സന്തോഷത്തിലാണല്ലോ അവർ ജീവിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ദുനിയാവിൽ എന്താണുള്ളത് അത് അവർക്ക് കൊടുക്കും. ദുനിയാവ് എന്നുള്ളത് ആർക്കും തടയപ്പെടാത്തൊരു കാര്യമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടാലും കൊടുക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊടുക്കും. അതിന് ഈ ഈമാനോ അല്ലെങ്കിൽ അമാലുകളോ ഒന്നും ഒരു നിബന്ധനയല്ല. അപ്പോൾ അള്ളാഹു പറയാണ് ദുനിയാവ് ഉദ്ദേശിച്ചവന് ദുനിയാവ് കൊടുക്കും. എന്നാൽ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, ഒരു ദിവസം വരാനുണ്ട്, മരണത്തിന് ശേഷമുള്ള പരലോകത്ത് നരകമല്ലാതെ ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല, അവർക്ക് നരകം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ആയത്തി ബാബിൽ കൊടുത്ത എന്താണ്? മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ, തന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് മുഖേന ആരെങ്കിലും ദുനിയാവിലെ എന്തെങ്കിലും സമ്പത്തോ പ്രശസ്തിയോ അധികാരമോ സ്ഥാനമാനങ്ങളോ എന്താണോ ലക്ഷ്യം വെച്ചത്, അവന്റെ അമല് പൊളിഞ്ഞു പോകും. അവന് അമല് എന്താണ്? ഈ ആയത്തിൽ പറഞ്ഞെന്താ? വഹബിത മാ സനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅമലൂൻ, അവരുടെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും, പരലോകത്തേക്ക് ഒന്നും കിട്ടാത്ത വിധത്തിൽ ബാത്തിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അടുത്തത് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഹദീസാണ്. ഫി സഹീഹ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم, സഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, قال قال رسول الله صلى الله عليه وسلم പറഞ്ഞു, തഅസ അബ്ദുദ് ദീനാർ, ദീനാറിന്റെ അടിമ, തഅസ എന്ന് പറഞ്ഞാൽ ഹലക, നശിക്കട്ടെ. ആദ്യം ഹദീസ് വായിക്കാം, എന്നിട്ട് അതിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കാം. തഅസ അബ്ദുദ് ദിർഹം, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ, അവന് നാശം. തഅസ അബ്ദുൽ ഖമീസ, ഖമീസയുടെ അടിമ നശിക്കട്ടെ. ഖമീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽത്തരം നല്ല കമ്പിളിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല അതുപോലത്തെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രം. തഅസ അബ്ദുൽ ഖമീല, ഖമീല, ഖമീലയുടെ അടിമയും നശിക്കട്ടെ. ഖമീല എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, നല്ല തരത്തിലുള്ള പട്ടിന്റെ നേർത്ത പട്ടുകൊണ്ടുള്ള വസ്ത്രം, അതല്ല നല്ല ലക്ഷറി സാധനങ്ങൾ, അതല്ലെങ്കിൽ നല്ല തോട്ടവുമെല്ലാമുള്ള സ്ഥലങ്ങൾ, ആ അർത്ഥത്തിലൊക്കെ. ഇനുഅതി റളിയ, അവന് നൽകപ്പെട്ടാൽ അവൻ തൃപ്തി കാണിക്കും. വഇല്ലം യുഅത സഖിത, അവന് നൽകപ്പെട്ടില്ലെങ്കിൽ അവൻ കോപിക്കും. തഅസ വൻതകസ, തഅസ അവന് നാശം, വൻതകസ എന്ന് പറഞ്ഞാൽ വീണ്ടും അവന് നഷ്ടം പറ്റുന്ന അവസ്ഥയാണുള്ളത്. വഇദാ ശീക ഫലാ ഇൻതഖശ, വഇദാ ശീക, ശീക എന്ന് പറഞ്ഞാൽ മുള്ളും മറ്റും തറക്കുന്നതിനെ പറയാം. ഒരു മുള്ളും മറ്റും തറക്കപ്പെട്ടാൽ ഫലാ ഇൻതഖശ, ഇൻതഖശ പറഞ്ഞാൽ മിൻകാശ് കൊണ്ട് എടുക്കാൻ പറ്റൂല. അഥവാ ചെറിയ മുള്ളൊക്കെ തറച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഉണ്ടല്ലോ, പ്ലക്കർ എന്നൊക്കെ പറയാം, അതാണ് മിൻകാശ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പോലും അവന്റെ ആ ചെറിയ മുള്ളു പോലും പുറത്തെടുക്കാൻ സാധിക്കില്ല. വിശദീകരിക്കാം. തൂബാ ലിഅബ്ദിൻ ആഖിദിൻ ബിഇനാനി ഫറസിഹി ഫീ സബീലില്ലാഹ്. എന്നിട്ട് രണ്ടാമത്തെ ഒരാളെ പറ്റി പറയാണ്, ഒരു അടിമക്ക് തൂബ, തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു താഴ്വരയാണ്, സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ്, അല്ലെങ്കിൽ വലിയ ആശംസ, വലിയ പ്രതിഫലം എന്നൊക്കെ അർത്ഥം പറഞ്ഞത് കാണാം. നമുക്ക് സ്വർഗം എന്ന് മനസ്സിലാക്കാം. സ്വർഗമുണ്ട്. ലിഅബ്ദിൻ ആഖിദിൻ ബിഇനാനി ഫറസിഹി ഫീ സബീലില്ലാഹ്, അവൻ അവന്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവനാണ്.
അശ്അഫ റഅ്സുഹു, അവനാ പോരാടുന്നതിന്റെ ഭാഗമായി അവന്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്. മുഗ്ബറത്തിൻ ഖദമാഹു, അവന്റെ കാലുകളിൽ പൊടി പുരണ്ടിട്ടുണ്ട് ആ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടതിനാൽ. ഇൻ കാന ഫിൽ ഹിറാസതി കാന ഫിൽ ഹിറാസ, അവൻ ആ യുദ്ധസൈന്യത്തിന്റെ മുൻപിലത്തെ ഭാഗത്തിൽ യുദ്ധം പോരാടാൻ നിൽക്കുകയാണെങ്കിൽ അവൻ അതിൽ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കും. വൈൻ കാന ഫിസ്സാഖതി കാന ഫിസ്സാഖ, ഇനി അവൻ പിന്നിലാണ് അവനെ നിർത്തുന്നത് എങ്കിൽ അവിടെയും അവൻ ഏറ്റവും നല്ല രീതിയിൽ അവന്റെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കും. ഇനിസ്തഅദന ലം യുഅദൻ ലഹു, അവൻ ആരോടെങ്കിലും അനുവാദം ചോദിച്ചാൽ അവൻ അനുവാദം നൽകപ്പെടുന്നവനല്ല. വൈൻ ശഫഅ ലം യുശഫഅ, അവൻ ശുപാർശ ചോദിച്ചാൽ ശുപാർശ ചെയ്യപ്പെടുകയുമില്ല. ഈ ഹദീസ് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അഥവാ സമ്പത്തിനോടുള്ള ആർത്തി വളരെയധികം അധികരിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ലൈഫിനോട്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വിഭവങ്ങളുടെ വസ്തുക്കളുടെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിനോട്, അതുപോലെ തന്നെ ആർഭാടം നിറഞ്ഞ ജീവിതത്തിനോട്, അതിനോടെല്ലാം വല്ലാത്ത ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഈ കാലത്ത് ഇപ്പോൾ ചെറിയ കുട്ടികളിൽ പോലും അവർ ചർച്ച ചെയ്യുന്നത് ഏറ്റവും വലിയ ആഡംബര കാറുകളെ പറ്റിയിട്ടും ഏറ്റവും വലിയ ആഡംബര വസ്തുക്കളെ പറ്റിയിട്ടാണ് ചെറിയ മക്കൾ പോലും ചർച്ച ചെയ്യുന്നത്. കാരണം കാണുകയാണ്, ദുനിയാവ് അത്രത്തോളം അവരുടെ മുമ്പിൽ കാണുകയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും വില കൂടിയത് അവർ കാണുന്നുണ്ട്. അതായത് ഒരു മനുഷ്യന് ഒരു കാര്യത്തിനോട് ആഗ്രഹം തോന്നണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാര്യം ലഭിക്കണമെന്ന അറിവ് മുൻകാലങ്ങളിൽ പൊതുവെ പരിമിതമായിരിക്കും അവൻ ലഭിക്കുന്നത്. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കും അവന്റെ കണ്ണിൽ ഏറ്റവും സുഖലോലുപനായി ജീവിക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏതൊക്കെ നാട്ടിൽ ഏതൊക്കെ ആളുകൾ എത്ര സുഖലോലുപനായി ജീവിക്കുന്നുണ്ട്, അവരെത്ര വിലയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര വിലയുള്ള വാഹനത്തിലാണ് യാത്ര, ഇതൊക്കെ ചെറിയ മക്കൾക്കറിയാം. വലിയ വലിയ കാറുകളെ പറ്റിയിട്ടാണ് ചെറിയ 6-7 വയസ്സായ മക്കളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും ഈ ദുനിയാവിനോട് ആർത്തിയുള്ള, സമ്പത്തിനോട് ആർത്തി വന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. ഈ ഹദീസിൽ 2 ആളുകളെ പറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. 2 ആളുകൾ. ഒന്നാമത്തെ ആളെ പറ്റി പറഞ്ഞത് അബ്ദുദ് ദീനാർ, അബ്ദുദ് ദിർഹം, അബ്ദുൽ ഖമീസ, അബ്ദുൽ ഖമീല എന്നുള്ള വിശേഷണത്തോടുകൂടിയാണ്. അബ്ദുദ് ദീനാർ, ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങൾക്കാണ്, സ്വർണത്തിന്റെ പണത്തിനാണ് ദീനാർ എന്ന് പറയാറ്. ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളിയുടെ, അന്ന് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നത്. ഖമീസ, ഖമീല നമ്മൾ പറഞ്ഞു മേൽത്തരം വസ്ത്രങ്ങൾ, അതുപോലെ ഖമീല എന്ന മേൽത്തരം സൗകര്യങ്ങൾ, ആർഭാട ജീവിതം പൊതുവായിട്ട് അതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന്റെയൊക്കെ അബ്ദ് എന്നാണ് അള്ളാഹു തആലയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദം ഉപയോഗിച്ചത്. അതായത് ഒരാളുടെ അബ്ദ് ആവണമെങ്കിൽ, ഒരാൾ ഏതെങ്കിലും ഒരാളുടെയോ വസ്തുവിന്റെയോ അബ്ദാണെങ്കിൽ, ഒന്നെങ്കിൽ ആ മറ്റേ ആൾ ഇവനെ സൃഷ്ടിച്ചവനായിരിക്കണം, മറ്റേ ആൾ ഇവന്റെ സൃഷ്ടാവായിരിക്കണം. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ അബ്ദാണ്, എല്ലാവരും അള്ളാഹുവിന്റെ അബ്ദാണ്. എല്ലാ മനുഷ്യരും, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ അബ്ദാണ്. കാരണം എന്താ? എല്ലാവരും സൃഷ്ടാവ് അള്ളാഹുവാണ്. അതല്ല എങ്കിൽ ഇവൻ അയാളെ ആരാധിച്ചിരിക്കണം. ഇപ്പോ ഒരു വേറെ ഏതെങ്കിലും ഒരു ഇലാഹിനെ, ഒരു പശുവിനെ ഒരാൾ ആരാധിക്കുന്നു വിചാരിക്കുക, അവൻ പശുവിന്റെ അബ്ദാണ്. കാരണം എന്താ അടിസ്ഥാനത്തിൽ? അവൻ പശുവിനെ ഇബാദത്ത് ചെയ്ത അടിസ്ഥാനത്തിൽ. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ ഒരാൾ ദീനാറിനെ ആരാധിക്കുന്നില്ല, ദീനാർ അവനെ പടച്ചിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ പദം ഉപയോഗിച്ചത്? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. ഒരാളുടെ മനസ്സിൽ അവന്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു കാര്യമായിട്ടുണ്ട് എങ്കിൽ അതിനു വേണ്ടിയാണ് അവൻ സ്നേഹിക്കുക, അതിനു വേണ്ടിയാണ് അവൻ വെറുക്കുക. അത് ലഭിച്ചാൽ അവന് തൃപ്തിപ്പെടും, അത് ലഭിച്ചില്ലെങ്കിൽ അവൻ കോപിക്കും. ആ നിലക്ക് എന്തെങ്കിലും ഒന്നിനെ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അത് വസ്തു ആവട്ടെ, വ്യക്തിയാവട്ടെ, എന്താവട്ടെ. ഷെയ്ഖ് ഹുസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, സൂറത്തുൽ ഹുജറാത്തിന്റെയോ സൂറത്ത് ഖാഫിന്റെയോ തഫ്സീറിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചിലപ്പോ സമ്പത്തായിരിക്കാം, ചിലപ്പോൾ വാഹനമായിരിക്കാം, ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ചില സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണമായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം അതിനു വേണ്ടിയിട്ടാണ് അവന്റെ ലക്ഷ്യം, അവന്റെ പൂർണ്ണമായ താല്പര്യം അതാണ് എങ്കിൽ അവൻ അതിന്റെ അബ്ദാണ്. എന്നിട്ട് ഷെയ്ഖ് ഹുസൈമിൻ റഹിമഹുല്ലാഹ് അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ എന്നുള്ള ആയത്ത് കൊണ്ട് അതിന് വിശദീകരിക്കുന്നുണ്ട്. കാരണം അവന്റെ ഹവ അതാണ്, അതുകൊണ്ടാണ് ഇലാഹുഹു ഹവ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അവന്റെ ഇച്ഛ അതാണ്, അതിനെ അല്ലാഹു തആല ഇലാഹാക്കി പറഞ്ഞിട്ടുണ്ട്. ആ നിലക്കാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാളുടെ പ്രധാനപ്പെട്ട അവന് സമ്പത്താണ് ഏറ്റവും വലുത്. സമ്പത്ത് കിട്ടിയാൽ അവൻ സന്തോഷിക്കും, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അവൻ ദുഃഖിക്കും. അതിനുവേണ്ടി അവൻ സ്നേഹബന്ധം വെച്ച് പുലർത്തും, അതിനുവേണ്ടി വെറുപ്പ് വെക്കും, ബന്ധം വിച്ഛേദിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തി അതാണ് അബ്ദുദ് ദീനാർ, അബ്ദുദ് ദിർഹം, അബ്ദുൽ ഖമീസ, അബ്ദുൽ ഖമീല എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം.
എന്നിട്ട് പറയാണ് ആ വ്യക്തിയുടെ വേറെ ചില വിശേഷണം കൂടി പറയാണ്, ഇനുഅ്തിയ റളിയ, അവന് അത് നൽകപ്പെട്ടാൽ, അവന് ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം നൽകപ്പെട്ടാൽ അവൻ തൃപ്തിപ്പെടും, അവന് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ ചുറ്റും അങ്ങനത്തെ ആൾക്കാരെ കാണാൻ സാധിക്കും. അവന് സമ്പത്ത് ഇഷ്ടമാണെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നതിനനുസരിച്ച് അവന്റെ തൃപ്തിയും സന്തോഷവും എല്ലാം കൂടിക്കൊണ്ടിരിക്കും. അവന്റെ സന്തോഷം ബന്ധപ്പെട്ട് കിടക്കുന്ന അതിനോടായിരിക്കും. ഒരിക്കലും അള്ളാഹുവിനെ ആരാധിക്കാൻ ഒരു ദിവസം അവന് കുറച്ചുകൂടി ഖുർആൻ ഓതാൻ സാധിച്ചു, കുറച്ചുകൂടി സുന്നത്തായ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കാൻ സാധിച്ചു, പാപങ്ങളൊന്നും വീഴാതെ അവന് കാത്തു ചെയ്യാൻ സാധിച്ചു, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ സാധിച്ചു. ഇതിന്റെ മേലെല്ലാം സന്തോഷിക്കുക. അവന്റെ സന്തോഷം അവന് സമ്പത്ത് എത്ര കിട്ടി, അവന്റെ കച്ചവടത്തിൽ എത്ര ലാഭം ഉണ്ടായി, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെ കിട്ടിയാൽ തൃപ്തിപ്പെടും. ഇനി അവന് കിട്ടിയിട്ടില്ലെങ്കിലോ, അവന് ഉദ്ദേശിച്ച ലാഭം അവന് കച്ചവടത്തിന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതുപോലെ സമ്പത്ത് അവൻ ലഭിച്ചില്ല, അവന് ദേഷ്യം വരും, അവൻ അസ്വസ്ഥമാവും, അവൻ കോപിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനത്തെ അവസ്ഥ അത് അവന്റെ ഒരു വിശേഷണമാണ്. അവിടെ കഴിഞ്ഞില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, തഅസ വൻതകസ, അവന് നാശം, അവൻ ഇനിയും വീണ്ടും വീണ്ടും നാശം. എന്നിട്ട് പറയാണ്, വൈദാ ശീക ഫലൻ തഖശ, അവനൊരു മുള്ളു തറച്ചാ പോലെ അത് പുറത്തെടുക്കാൻ പറ്റൂല. ഉദ്ദേശിക്കുക എന്താ വെച്ചാൽ ചെറിയൊരു പരീക്ഷണം പോലും താങ്ങാൻ അവനെ കൊണ്ട് സാധിക്കൂല. ചെറിയൊരു പരീക്ഷണം വന്നാൽ പോലും അതിൽ ക്ഷമിക്കാൻ, ഇത് റബ്ബിന്റെ വിധിയാണെന്ന നിലക്ക് അതിൽ ക്ഷമിക്കാൻ, അതിൽ ഏറ്റവും നല്ലൊരു നിലപാടെടുക്കാൻ, അത് നല്ല രീതിയിൽ പരിഹരിക്കാൻ പോലും സാധിക്കും. ബേജാറായി പോകും. നമുക്ക് എത്ര ആളുകളെ കാണാൻ സാധിക്കും. സമ്പത്ത് അള്ളാഹു അല്ലാതെ വേറൊന്ന് ലക്ഷ്യമാക്കി വെച്ചോ, ചെറിയൊരു പരീക്ഷണം, ചെറിയൊരു രോഗം വന്നു, അവൻ ബേജാറാകും. അല്ലെങ്കിൽ ചെറിയ വേറെന്തെങ്കിലും പ്രശ്നം വന്നു, അവൻ അസ്വസ്ഥ, അവന് സമാധാനം കിട്ടൂല. അങ്ങനെ ഒരു അവസ്ഥയിൽ അവനായിത്തീരുന്ന ഒരു വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരാളെ പറ്റി പറയാം. ഇങ്ങനത്തെ ഒരാളുണ്ടാകും, അയാളെ പറ്റി പറയാൻ നമ്മൾ ആലോചിക്കണം. നമ്മൾ അങ്ങനെയാണോ എന്ന് ആലോചിക്കണം. നമ്മൾ അങ്ങനെ അല്ലാതിരിക്കാൻ എന്താണോ മാറ്റം വരേണ്ടത് അത് നമ്മൾ പരിശ്രമിക്കുകയും വേണം. എന്നിട്ട് രണ്ടാമത്തെ ഒരാളെ പറ്റി പറയാണ് ഈ ഹദീസിൽ, തൂബാ ലി അബ്ദിൻ, സ്വർഗമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല അനുഗ്രഹങ്ങളുണ്ട് ഒരു അടിമയ്ക്ക്. അടിമയുടെ പ്രത്യേകത എന്താ? ആഖിദിൻ ബിഇനാനി ഫറസിഹി ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി അവൻ കുതിരപ്പുറത്ത് കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു പോകുന്നവനാണ്. അഥവാ അള്ളാഹുവിന് വേണ്ടിയാണ് അവന്റെ ജീവിതം. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ അവസാനമാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാത്രം, അവന്റെ ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. അവൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അവൻ വെറുക്കുന്ന അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, മറ്റൊന്നും അവന്റെ ലക്ഷ്യമല്ല. അവനെ സൃഷ്ടിച്ച സൃഷ്ടാവായിട്ടുള്ള റബ്ബിന് വേണ്ടിയിട്ടാണ് അവൻ ജീവിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി അവന്റെ ആ യുദ്ധത്തിന് വേണ്ടി പോയിട്ട് ഏറ്റവും നല്ല സൗകര്യങ്ങളില്ല. മറ്റേ വ്യക്തിയുടെ അവസ്ഥ എന്താ? സൗകര്യം നിറഞ്ഞ വീടുകൾ, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല വസ്ത്രം, സമ്പത്ത്. അതാണ് ആദ്യം പറഞ്ഞ വ്യക്തി. അവന്റെ അവസ്ഥ ആ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ പൊടിയും മറ്റും പിടിച്ച് മുടിയെല്ലാം ജട പിടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലുകളിലെല്ലാം പൊടി പിടിച്ചു പോയിട്ടുണ്ട്. കാരണം യുദ്ധത്തിന് വേണ്ടി പോരാ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ക്ലേശം സഹിക്കാനും തയ്യാറായിട്ടുള്ളവനാണ്, എന്ത് ക്ലേശം സഹിക്കാനും തയ്യാറായിട്ടുള്ള ഒരുത്തനാണ്. അതുപോലെ തന്നെ ഇൻ കാന ഫിൽ ഹിറാസതി കാന ഫിൽ ഹിറാസ വഇൻ കാന ഫിസ് സാഖതി കാന ഫിസ് സാഖ. ഈ യുദ്ധ സൈന്യത്തിൽ മുന്നിൽ നിന്ന് പോരാടാൻ പറഞ്ഞാൽ അവൻ അങ്ങനെ പോരാടും, പിന്നിലാണെങ്കിൽ അങ്ങനെ. അവന് വേറൊരു ലക്ഷ്യമില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അവൻ എന്തെങ്കിലും ആളുകളിൽ നിന്ന് ലഭിക്കണമെന്നോ എന്തെങ്കിലും സ്ഥാനം ലഭിക്കണമെന്നോ ഒന്നും അവനില്ല. അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് പറയാൻ ഈ വ്യക്തി അമീറന്മാരുടെ അടുക്കൽ അല്ലെങ്കിൽ ദുനിയാവിൽ ഉന്നത സ്ഥാനമുള്ള ആളുകളുടെ അടുക്കൽ അനുവാദം ചോദിച്ചെന്നാൽ പോലും അനുവാദം കൊടുക്കില്ല. അങ്ങനെ ആർക്കും അറിയുണ്ടാവില്ല, വലിയ സ്ഥാനമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയിലുണ്ടാവുക. അവൻ ആർക്കെങ്കിലും വേണ്ടി ശുപാർശ പറയാൻ അമീറന്മാരുടെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധികാരികളുടെ അടുക്കിലേക്ക് പോയാൽ അവന്റെ ശുപാർശ ആരും സ്വീകരിക്കില്ല, ഒരു സ്ഥാനം ഉണ്ടാവില്ല, ശുപാർശ സ്വീകരിക്കാനും അവനുണ്ടാവില്ല. അങ്ങനത്തെ വ്യക്തിയായിരിക്കും ഉണ്ടാവുക, അങ്ങനത്തെ വ്യക്തിയായിരിക്കും. കാരണം ആളുകൾക്കിടയിൽ ഒരു സ്ഥാനമില്ലാത്ത, ആളുകൾ അറിയാത്ത ആളായിട്ടുണ്ടാവും ഈ വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് രണ്ടാമത്തെ ആൾ. ദുനിയാവ് ആഗ്രഹിക്കാത്ത, അള്ളാഹുവിന് മാത്രം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ആളുകൾ കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, എത്ര ആളുകളുണ്ട് അവരുടെ മുടികൾ ജട പിടിച്ചിട്ടും അതുപോലെ വസ്ത്രങ്ങൾ നുരുമ്പി ദരിദ്രരായി ജീവിക്കുന്നവരാണ്. പക്ഷേ അവർ അള്ളാഹുവിൽ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് അങ്ങനെ നടപ്പിലാക്കും. കമ്മിൻ അശ്ഗസ അഗ്ബറ തിമ്രൈൻ, ഈ മുടി ജട പിടിച്ച വെറും കീറി പറഞ്ഞ വസ്ത്രങ്ങൾ മാത്രമുള്ള ആളുകൾ. മൻ ലൗ അഖ്സമ അലല്ലാഹ് ലഅബറ, അവരെങ്ങാനും
അള്ളാഹു സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതുപോലെ നടപ്പിലാക്കി കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ബറാ ബിൻ മാലിക് അതിൽപ്പെട്ട ഒരാളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനസ് ബിൻ നബർ അതിൽപ്പെട്ട ഒരു ആളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിൽക്കാലത്തും താബീകളിലും സലഫുകളിലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ബറാ ബിൻ മാലിക്കിന്റെ ചരിത്രത്തിലൊക്കെ ബറാ ബിൻ മാലിക് ഒരു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. ഒരു ഹദീസ് പോലും ഉദ്ധരിച്ചിട്ടില്ല. അധികം ആളുകൾക്ക് ആ സഹാബിയുടെ ചരിത്രം അറിയൽ കുറവായിരിക്കും. ഒരു ഹദീസ് പോലും ഉദ്ധരിക്കാത്ത, എന്നാൽ ഇത്ര സ്ഥാനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള ഒരു സഹാബിയാണ് ബറാ ബിൻ മാലിക്. പിൽക്കാലത്ത് ചില യുദ്ധ സന്ദർഭത്തിലൊക്കെ മുസ്ലിമുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം അദ്ദേഹത്തിനോട് പറയുകയും പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധത്തിന് വിജയം നേടിയ ചരിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയുള്ള രണ്ടാളുകൾ ഉണ്ടാകും. ഒരാൾ ദുന്യവിയായിട്ടുള്ള വിഭവങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരാൾ, രണ്ടാമത്തെ ആൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരാൾ. അപ്പൊ ഈ ഹദീസ് ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം എന്താണ്? ഈ ബാബ് എന്താണ് പറയുന്നത്? ദുനിയാവ്, അമല് കൊണ്ട് ദുനിയാവ് ലക്ഷ്യം വെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് ആ അവസ്ഥയെ കുറിച്ചിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഖൽബ് എപ്പോഴും അള്ളാഹുലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് പോകുന്ന, മാറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ഒരിക്കലും കാലം കൂടുന്തോറും അള്ളാഹുവിൽ നിന്ന് അകന്ന് വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും മാത്രം അടുക്കുന്ന ഒരവസ്ഥ, അത് മാറി അള്ളാഹുവിലേക്ക് അടുക്കുന്ന അവസ്ഥ ഉണ്ടാവണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. ഹസൻ ബസീർ റഹിമഹുല്ലാ പറഞ്ഞൊരു അസർ കാണാം. പിന്നെ ജാമിഉൽ ഉലൂം വൽ ഹിക്കം എന്നുള്ള കിതാബിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഇന്നൽ ഹലാല ബയ്യൻ എന്നുള്ള ഹദീസിന്റെ ഷർഹിൽ കൊടുക്കുന്നുണ്ട്. അള്ളാഹു തആല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഖൽബിന്റെ ഇസ്ലാഹാണ്. അതിൽ അള്ളാഹുവിനെ മാത്രം നടക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ഒരിക്കലും വേറൊന്നും കയറാൻ പാടില്ല. എന്നാൽ ഭൗതികമായിട്ടുള്ള കച്ചവടമോ സമ്പത്തോ എത്ര വേണമെങ്കിലും അവന്റെ കൈകളിൽ ഉണ്ടാവാം, പക്ഷെ ഖൽബിൽ കയറാതെ ആയിരിക്കണം. അപ്പോ ഒരിക്കലും നമ്മുടെ ലക്ഷ്യം അമലുകൾ കൊണ്ട് ദുനിയാവാകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനം വേണം, അല്ലെങ്കിൽ ഉന്നത ലക്ഷ്യം വേണം, അതാകരുത്. അള്ളാഹു മാത്രമായി മാറണം. ആളുകൾ, ദുനിയാവിലെ ആളുകൾ ഒന്നും അറിഞ്ഞില്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അറിയുന്ന ആളായി തീരാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ഇനി രണ്ട് ബാബുകളുടെ ഷർഹ് ഇമാം സഅദി റഹിമഹുല്ലാ അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബിൽ കൊടുത്തിട്ടുള്ളത് വായിക്കാം. ബാബു മാ ജാഅ ഫി ദിയാ ബാബു മിന ശിർക്കി ഇറാദത്തുൽ ഇൻസാൻ ബിഅമലിഹി ദുനിയ. ഈ രണ്ട് ബാബുകളുടെയും ഷർഹ് ഒരുമിച്ചാണ് ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്, വായിക്കാം. ഏലം, നീ മനസ്സിലാക്കുക, അന്നൽ ഇഖ്ലാസ് ലില്ലാഹി അസാസുദ്ദീൻ, അള്ളാഹുവിനോട് ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് ദീനിന്റെ അടിസ്ഥാനമാണ്. വറൂഹുത് തൗഹീദ്, തൗഹീദിന്റെ ആത്മാവാണ്. വൽ ഇബാദത്തു വഹുവ അൻ യഖ്സിദൽ അബ്ദു ബിഅമലിഹി കുല്ലിഹി വജ്ഹ അല്ലാഹ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആകുന്നത് അവൻ ആ അമൽ കൊണ്ട് മുഴുവൻ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ വസവാബഹു, അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിക്കുമ്പോഴാണ്. വഫദ്ലഹു, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം ഉദ്ദേശിക്കുമ്പോഴാണ്. അങ്ങനെയാകുമ്പോൾ ഫയഖൂം ബി ഉസൂലിൽ ഈമാനി സിത്ത, അവൻ നിലകൊള്ളും ഈമാനിന്റെ 6 ഉസൂലുകളുടെ മേലെ. വശറാഇൽ ഇസ്ലാമിൽ ഖംസ്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ 5 കാര്യങ്ങളുടെ മേലെ, ഈമാൻ കാര്യങ്ങളുടെയും 5 ഇസ്ലാം കാര്യങ്ങളുടെ മേലെയാണ് അത് നിലനിൽക്കുക. വഹഖായിഖുൽ ഈമാൻ അല്ലതി ഹിയൽ ഇഹ്സാൻ, അങ്ങനെ ഈ ഈമാനും ഇസ്ലാമും ഒരുപോലെ ആകുമ്പോൾ ഈമാനിന്റെ ഹഖീഖത്തിൽ അവൻ എത്തിച്ചേരും, അത് ഇഹ്സാനാണ്. വബിഹുഖൂഖില്ലാഹ് വഹുഖൂഖി ഇബാദിഹി, അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അടിമകൾക്കുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ടും. ഇതാണ് തൗഹീദിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിന്റെ ബാഹ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നു, ഈമാനിന്റെ ഖൽബിൽ ഉറക്കേണ്ട വിശ്വാസം ഉണ്ടാകുന്നു, അത് മുഖേന ഇഹ്സാനിന്റെ ദർജയിലെത്തുന്നു. ഇഹ്സാൻ അള്ളാഹുവിനോടുമുണ്ട്, സൃഷ്ടികളോടുമുണ്ട്. ഇത് രണ്ടും അവൻ കൊണ്ട് നടക്കുന്നു. മുക്കമ്മിലൻ ലഹാ ഖാസിദൻ ബിഹാ വജ്ഹ അല്ലാഹ്, അവൻ അത് പൂർത്തീകരിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. വദ്ദാറുൽ ആഖിറ, അതുപോലെ പരലോകവും. ലാ യുരീദു ബിദാലിക, അവൻ ഒരിക്കലും ഈ ഇബാദത്ത് കൊണ്ട് ലക്ഷ്യം വെക്കില്ല. റിയാഅൻ, റിയാ ലക്ഷ്യം വെക്കില്ല. വലാ സുംഅതൻ, സുംഅത്ത് ലക്ഷ്യം വെക്കില്ല. റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടി കർമ്മം ചെയ്യുന്നത്. സുംഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പറ്റി ആളുകൾ പറയണം, താൻ നല്ലൊരാളാണ്, നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, ഇന്ന സ്വർഗ്ഗം കൊടുക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ആളുകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ് സുംഅത്ത് എന്ന് പറയുക. വലാ റിയാസത്തൻ, നേതൃത്വം, സ്ഥാനമാനങ്ങൾ. വലാ ദുനിയ, അല്ലെങ്കിൽ ദുനിയാവ്, ഇതൊന്നും അവൻ ലക്ഷ്യം വെക്കില്ല. വബിദാലിക യതിമ്മു ഈമാനുഹു വതൗഹീദുഹു, അങ്ങനെയാണ് അവന്റെ ഈമാനും തൗഹീദും പൂർത്തീകരിക്കാൻ സാധിക്കുക. നമുക്ക് നമ്മുടെ ഈമാനും തൗഹീദും പൂർത്തീകരിക്കണമോ
ഈ ഇഖ്ലാസ് പരിപൂർണമായിട്ടുണ്ടാകണം. ومن أعظم ما ينافي هذا ഈ ഇഖ്ലാസിനെ എതിരാകുന്ന അതിനെ തകർക്കുന്ന ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്നുള്ളത് മുറാഅത്തുൻ നാസി വൽ അമൽ ലിഅജ്ലി മദ്ഹിഹിം വതഅളീമിഹിം ആളുകൾ കാണാൻ വേണ്ടി അത് ചെയ്യലും ആളുകളുടെ മദ്ഹും ആളുകൾ അത് പുകഴ്ത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യലാണ്. അവൽ അമൽ ലിഅജ്ലി ദുനിയ അല്ലെങ്കിൽ ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് കർമ്മം ചെയ്യലാണ്. ഫഹാദാ യഖ്ദഹു ഫിൽ ഇഖ്ലാസ് വത്തൗഹീദ് അങ്ങനെ സംഭവിച്ചാൽ അതവന്റെ ഇഖ്ലാസിനെയും തൗഹീദിനെയും ക്ഷതം വരുത്തും, തകർത്ത് കളയും. വഅലം നീ മനസ്സിലാക്കണം അന്ന ദിയാ ഫീഹാ തഫ്സീലുൻ ദിയായിൽ ചില തഫ്സീലുകളുണ്ട്, വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. 3 തരത്തിലാണ് പറയുന്നത്. ഫൈൻ കാനൽ ഹാമിലു ലിൽ അബ്ദി അലൽ അമലി ഒരു അടിമ അവൻ കർമ്മം ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന റിയായിന്റെ അവസ്ഥ അല്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഖസ്ദ മുറാഅത്തിൻ നാസ് ജനങ്ങൾ കാണണം എന്നുള്ളത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. വസ്തമറ അലാ ഹാദൽ ഖസ്ദ് ആ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അവൻ ഇബാദത്തുകൾ ചെയ്യുന്നത്. ഹാദൽ ഖസ്ദുൽ ഫാസിദ് ഫഅമലുഹു ഹാബിതുൻ അങ്ങനെ ഒരു ലക്ഷ്യത്തിനാണ് അവൻ കർമ്മം ചെയ്യുന്നത് എങ്കിൽ അവന്റെ അമല് ഒളിഞ്ഞു പോയത്, തകർന്നു പോയതാണ്. വഹുവ ശിർക്കുൻ അസ്ഗർ അത് ചെറിയ ശിർക്കാണ്. വയുഖ്ശാ അയ്യുതദറഅ ബിഹി ഇല ശിർക്കിൽ അക്ബർ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ശിർക്കുൻ അസ്ഗർ വൈകാതെ എന്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടാകും? ശിർക്കുൻ അക്ബറിലേക്ക് അവനെ നയിക്കും. രണ്ടാമത്തെ പറയാണ് വൈൻ കാനൽ ഹാമിലു അലൽ അമലി ഇറാദത വജ്ഹില്ലാ ഇനി മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ അമൽ ചെയ്യുമ്പോൾ അവൻ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നുണ്ട്. മഅ ഇറാദതി മുറാഅത്തിൻ നാസ് അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നുണ്ട്, അതോടൊപ്പം ജനങ്ങൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വലം യുഖലി അൻ റിയാഇ ബിഅമലിഹി അവന്റെ റിയാഇനെ അവന്റെ അമൽ കൊണ്ട് തകർക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ റിയാഇനെ ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല, അവൻ ഒരുമിച്ചാണ് കൊണ്ടു നടക്കുന്നത്. ഫളാഹിറുൻ നുസൂസി അയ്ളൻ ബുത്ലാനു ഹാദൽ അമൽ ഈ തെളിവുകളുടെ പ്രമാണങ്ങളുടെ ബാഹ്യമായിട്ടുള്ള ആശയം നോക്കുകയാണെങ്കിൽ ഈ ഒരു അമലും ബാത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി മൂന്നാമത്തെ അവസ്ഥ വൈൻ കാനൽ ഹാമിലു ലിൽ അബ്ദി അലൽ അമലി വജ്ഹ അല്ലാഹി വഹ്ദ ഒരാൾ അമൽ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വലാകിൻ ഉരിദ ലഹു റിയാഉ ഫി അസ്നാഇ അമലിഹി അവന്റെ കർമ്മത്തിന്റെ ഇടയിൽ അവന് റിയാ അനുഭവപ്പെട്ടു. അതായത് ഒന്നാമത്തെ ആള് റിയാ മാത്രം ലക്ഷ്യം വെച്ച് ഇബാദത്ത് ചെയ്തത് അവന്റെ അമൽ പൊളിഞ്ഞാണ് ശിർക്കുൻ അസ്ഗറാണ്. രണ്ടാമത്തെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് റിയാവുണ്ട് ഒരുപോലെ കൊണ്ടു നടക്കുന്നവൻ, അതും ശറഈന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാത്തിലാണ്. മൂന്നാമത്തെ ഒരാൾ അയാൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അമൽ ചെയ്യാൻ തുടങ്ങി, നിസ്കരിക്കാൻ അങ്ങനെ തുടങ്ങി. പക്ഷെ ഇടയിൽ എന്ത് വന്നു? ചില റിയാഇന്റെ കാര്യങ്ങൾ വന്നു. ഫൈൻ ദഫഅഹു വഖല്ലസ ഇഖ്ലാസഹു ലില്ലാഹി ലം യദുറഹ് അവൻ അതിനെ പ്രതിരോധിച്ച് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്ന നിലക്ക് അവന്റെ ഇഖ്ലാസിനെ ഒന്നുകൂടി നന്നാക്കി അവനതിനെ എതിർത്ത് നിന്നുകൊണ്ട് അമൽ ചെയ്യുകയാണെങ്കിൽ അവനൊരു ദോഷമില്ല, അമൽ അവനുണ്ടാകും. വൈൻസാകനഹു വത്മഅന്ന ഇലൈഹി എന്നാൽ അവൻ റിയാവ് വന്നപ്പോൾ അതിൽ തൃപ്തിപ്പെട്ട് റിയാവോട് കൂടിയിട്ടാണ് അമൽ ചെയ്യുന്നതെങ്കിൽ നഖസൽ അമൽ അവന്റെ അമല് നാഖിസാവും, കുറഞ്ഞു പോകും. വഹസൽ ലിസാഹിബിഹി മിൻ ളഅഫിൽ ഈമാൻ അവന്റെ ഈമാനിൽ കുറവ് സംഭവിക്കും. വൽ ഇഖ്ലാസ് ഇഖ്ലാസിൽ കുറവ് സംഭവിക്കും. ബിഹസ്മി മാ ഖാമ ഫീ ഖൽബിഹി മിൻ റിയാ എത്രത്തോളമാണോ റിയാ അവന് സംഭവിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ഈമാനിൽ ദുർബലത, ഇഖ്ലാസിൽ കുറവ് സംഭവിക്കും. വതഖാവുമിൽ അമലി ലില്ലാഹ് വമാ ഖാലതഹു മിൻ ശാഇബതി റിയാ അവൻ എത്രത്തോളമാണോ അള്ളാഹുവിന് വേണ്ടി ചെയ്തത്, എത്രത്തോളമാണോ റിയാ കൂടിക്കലർന്നത്, ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ട് അവന്റെ ഇഖ്ലാസിലും ഈമാനിലും കുറവ് സംഭവിക്കും. അപ്പോൾ ഈ 3 തരത്തിലാണ് ഉണ്ടാവുക, 3 തരത്തിലെ റിയാന്റെ അവസ്ഥ ഉണ്ടാവുക. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് വരിയാഉ ആഫത്തുൻ അദീമത്തുൻ റിയാ എന്നുള്ളത് അപകടം നിറഞ്ഞ ഗൗരവമുള്ള അപകടം വരുത്തുന്ന കാര്യമാണ്. വയഹ്താജു ഇലാ ഇലാജിൻ ഷദീദിൻ വളരെ ശക്തമായിട്ടുള്ള ചികിത്സ ആവശ്യമായിട്ടുള്ളതാണ്. വതംരീനിൻ നഫ്സി അവന്റെ സ്വന്തത്തെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അലൽ ഇഖ്ലാസ് ഇഖ്ലാസിന്റെ മേലെ ഇത് പരിശീലിച്ചിട്ടല്ലാതെ നേരാവൂല. റിയാ എന്നുള്ളത് സ്വന്തത്തെ ഇഖ്ലാസിന്റെ മേലെ പരിശീലിപ്പിക്കണം. വമുജാഹദതിഹാ ഫി മുദാഫഅതി ഖവാതിരി റിയാഇ വൽ അഗ്റാദി ദാറ അവൻ ജിഹാദ് ചെയ്യണം, മുജാഹദത്ത് ഉണ്ടാകണം ഈ റിയായിന്റെ ചിന്തകളോട് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ തേടുന്നതിനോട്, മറ്റുള്ള കാര്യങ്ങളോട് താല്പര്യം അവന് ദോഷമുണ്ടാക്കുന്ന ലക്ഷ്യങ്ങൾ വെക്കുന്നതിനെതിരെ അവൻ മുജാഹദത്ത് ചെയ്യണം, ജിഹാദ് ചെയ്യണം. അതുപോലെ തന്നെ വൽ ഇസ്തിആനതു ബില്ലാഹി അലാ ദഫ്ഇഹാ അതില്ലാതാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ലഅല്ല അല്ലാഹ യുഖല്ലിസു ഈമാനൽ അബ്ദി വയഹഖഖ
തൗഹീദഹു വയുഹഖിഖു തൗഹീദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇഖ്ലാസിനെ, അവന്റെ ഈമാനിനെ ഇഖ്ലാസോടുകൂടിയുള്ളതാക്കുന്നതും തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ റിയാഇനെ പ്രതിരോധിക്കാൻ എന്താണ്? നല്ല പരിശ്രമം വേണം. സ്വന്തത്തെ പരിശീലിപ്പിച്ച് സ്വന്തത്തിനെതിരെ ജിഹാദ് ചെയ്തിട്ടാണ് അതിനെ നേരാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ റിയാവുമായി ബന്ധപ്പെട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ആദ്യം ഇഖ്ലാസിന്റെ പ്രാധാന്യം പറഞ്ഞു. റിയാവ് 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, പൂർണ്ണമായി റിയാവോടുകൂടിയുള്ള അമൽ, അത് പൊളിഞ്ഞു പോകുന്നതാണ്. റിയാവും അള്ളാഹുവിന് വേണ്ടിയും ഒരുപോലെ കൊണ്ടു നടക്കുന്നത്, അതും പൊളിഞ്ഞു പോകുന്ന അമലാണ്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത് ഇടയിൽ റിയാ കടന്നുകൂടുന്നത്, അവനതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അമലുണ്ടാകും. അതല്ല അതിൻ്റെ ഇടയിൽ അവന് വന്നിട്ട് സംഭവിക്കുന്ന റിയാ ആണെങ്കിൽ എത്രയാണോ അത് സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന്റെ ഈമാനിലും ഇഖ്ലാസിലും കുറവ് സംഭവിക്കും. പിന്നെ പറഞ്ഞു, റിയായിനെതിരെ ഒരാൾ സ്വന്തത്തെ പരിശീലിപ്പിക്കുകയും അതുപോലെ തന്നെ റിയായിന്റെ ചിന്തകളോടും മറ്റുള്ള ആഗ്രഹങ്ങളോടും അതുപോലെ തന്നെ അതിനോടൊക്കെ ജിഹാദ് ചെയ്യുകയും അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ബാബിന്റെമായി ബന്ധപ്പെട്ടുള്ളത് ഇതിനെ തുടർന്ന് പറയാണ്, വമ്മൽ അമലു ലിഅജ്ലി ദുനിയാ വതഹ്സീലി അഗ്റാദിഹാ. അമൽ ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദുനിയാവിന്റെ വസ്തുക്കൾ അത് നേടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആവശ്യങ്ങൾ അത് നേടാൻ വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നതെങ്കിൽ, ഫൈൻ കാനത്ത് ഇറാദത്തുൽ അബ്ദി കുല്ലിഹാ ലിഹാദൽ മഖ്സദ്. ഒരാളുടെ ലക്ഷ്യം, ഒരടിമയുടെ ലക്ഷ്യം പൂർണ്ണമായിട്ടും ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ, അത് ദുനിയാവിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ, വലം യകുൻ ലഹു ഇറാദത്തു വജ്ഹില്ലാ വദ്ദാരിൽ ആഖിറ. അവനെന്തില്ല? അള്ളാഹുവിന്റെ വജ്ഹ് അവന് ലക്ഷ്യമില്ല, അതുപോലെ തന്നെ പരലോകം അവന്റെ ഉദ്ദേശമില്ല. ഫഹാദ ലൈസ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അവന് പരലോകത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. അഥവാ പൂർണ്ണമായും ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് ഒരാൾ അമൽ ചെയ്യുകയാണ്, അവന്റെ കർമ്മങ്ങൾ ചെയ്യുകയാണ്, അവന് പരലോകത്ത് ഒരു ഓഹരിയും അവനില്ല. വഹാദൽ അമലു അലാ ഹാദൽ വസ്ഫ് ലാ യസ്ദുറു മിൻ മുഅ്മിൻ. ഇങ്ങനെ ഒരു അമൽ ഒരിക്കലും ഒരു മുഅ്മിനിൽ നിന്നും ഉണ്ടാവുകയില്ല. ഈ ഒരു വിശേഷണത്തിലുള്ള ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചുള്ള അവസ്ഥ ഒരു മുഅ്മിനിൽ നിന്നുണ്ടാവുകയില്ല. ഫൈനൽ മുഅ്മിന വലൗ കാന ദഈഫൽ ഈമാൻ ലാ ബുദ്ദ അൻ യുരീദ അല്ലാഹു വദ്ദാറൽ ആഖിറ. ഒരു മുഅ്മിൻ ദുർബലമായ ഈമാനുള്ള ആളാണെങ്കിൽ കൂടി അവൻ എന്തുണ്ടാകും? കുറച്ചെങ്കിലും അള്ളാഹുവിനും പരലോകത്തെയും ലക്ഷ്യം വെക്കും. വഅമ്മാ മൻ അമിലൽ അമല ലിവജ്ഹില്ലാഹി വലിഅജ്ലി ദുനിയ. അടുത്ത ഒരു വ്യക്തി, അവൻ അമൽ ചെയ്യുന്നു, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നുണ്ട്, ദുനിയാവ് ഉദ്ദേശിക്കുന്നുണ്ട്. വൽ ഖസ്ദാനി മുത്തസാബിയാനി ഔ മുതഖാരിബാൻ. ഈ രണ്ട് ലക്ഷ്യങ്ങളും ഒരുപോലെ അല്ലെങ്കിൽ ഒരേ അളവിൽ അവന് കൊണ്ടുനടക്കുകയാണ്. ഫഹാദ വഇൻ കാന മുഅ്മിനൻ. അവൻ മുഅ്മിനാണ് എങ്കിൽ, അവന് ഒരു മുഅ്മിന്റെ അവസ്ഥ, ഈമാനൊക്കെ ബാക്കിയുള്ളതൊക്കെ ശരിയാണ്, ഈ രണ്ട് ലക്ഷ്യങ്ങൾ ഒരുപോലെ കൊണ്ടു നടക്കുകയാണെങ്കിൽ, ഫഇന്നഹു നാഖിസുൽ ഈമാൻ വത്തൗഹീദ് വൽ ഇഖ്ലാസ്. അവന്റെ ഈമാനിലും തൗഹീദിലും ഇഖ്ലാസിലും കുറവ് സംഭവിച്ചിട്ടുള്ളവനാണ്. വഅമലുഹു നാഖിസുൻ ലിഫഖ്ദിഹി കമാലിൽ ഇഖ്ലാസ്. അവന്റെ അമല് എന്നുള്ളത് നാഖിസാണ്, കുറവ് സംഭവിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ട്? അവന്റെ ഇഖ്ലാസിന്റെ പരിപൂർണത നഷ്ടപ്പെട്ടതുകൊണ്ട്. വഅമ്മാ മൻ അമില ലില്ലാഹ്. ഇതിൽ പറഞ്ഞ എന്താണ്? ഒന്നാമത്തെ ആൾ ദുനിയാവ് മാത്രം ലക്ഷ്യം വെക്കുക, അതൊരു മുഅ്മിനിന് ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. കാരണം വേറെ അള്ളാഹുവിനെ തീരെ ലക്ഷ്യം വെക്കാത്തൊരവസ്ഥ ഒരു മുഅ്മിനിന് ഉണ്ടാവില്ല എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്. ദുനിയാവ് മാത്രം ലക്ഷ്യം വെക്കുക, അവനൊന്നുമില്ല, അവന് പരലോകത്ത് നരകം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നുണ്ട്, ദുനിയാവും ഒരുപോലെ ഉദ്ദേശിച്ചു പോകുന്ന ഒരവസ്ഥ. അവന് ഈമാനിലും തൗഹീദിലും ഇഖ്ലാസിലും കുറവ് സംഭവിച്ചവനാണ്. ഇനി മൂന്നാമത്തെ ഒരാൾ, വഅമ്മാ മൻ അമില ലില്ലാഹി വഹ്ദഹു. അവൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അമൽ ചെയ്യുന്നത്. വഖലസ ഫി അമലിഹി ഇഖ്ലാസൻ താമ്മൻ. പൂർണ്ണമായ ഇഖ്ലാസ് അവന്റെ അമലുകളിലുണ്ട്. വലാകിന്നഹു, പക്ഷേ, യഖുദു അലാ അമലിഹി ജുഅലൻ മഅലൂമൻ യസ്തഈനു ബിഹി അൽ അമലി വദ്ദീൻ. അവന്റെ കർമ്മങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ ചില ജുഅൽ എന്ന് പറഞ്ഞാൽ അലവൻസ്, അവനെന്തെങ്കിലും ഒരു സാലറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവൻ വാങ്ങേണ്ടി വരികയാണ്. അവൻ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷെ അവൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങേണ്ടി വരികയാണ്. അതെന്തിനാണ് വാങ്ങുന്നത്? യസ്തഈനു ബിഹാ അലൽ അമൽ. അവൻ ആ അമൽ ചെയ്യാൻ അവന് കൂടുതൽ സഹായമാകുന്നതിനും വദ്ദീൻ, ആ ദീന് നിലനിർത്താൻ സഹായമാകുന്നതിനും ഇത് നിലക്കാണ്. ഏതുപോലെ? കൽ ജുഅലാത്തില്ലതി തുജ്അലു അലാ അഅമാലിൽ ഖൈർ.
ഇപ്പോൾ പിന്നെ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ നന്മ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, ചാരിറ്റി അല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് പോലെ ഏതുപോലെ വക്കൽ മുജാഹിദില്ലദി യതറത്തബു അലാ ജിഹാദിഹി ഗനീമത്തുൻ ഔ റിസ്ഖുൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ഒരാൾ അയാൾ തിരിച്ചു വരുമ്പോൾ എന്തിട്ട് അയാൾക്ക് ഗനീമത്തിന്റെ ഒരു ഓഹരി കിട്ടും. ഗനീമത്ത് അയാൾ ജിഹാദ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അയാൾ ജയിച്ച് തിരിച്ചു വന്നാൽ അയാൾക്ക് എന്ത് കിട്ടും? ഗനീമത്തിന്റെ ഓഹരി കിട്ടും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ദീനിൽ വകവെച്ചു കൊടുക്കും. അതുപോലെ തന്നെയാണ് വക്കൽ ഔഖാഫ്, ചില ഔഖാഫുകൾ അഥവാ മതകാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ അല്ലതി തജ്അലു അലൽ മസാജിദ് വൽ മദാരിസ് വൽ വവാഇഫ് അദ്ദീനിയ ലിമൻ യഖൂമു ബിഹാ, മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടും നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മദ്രസകൾ ദീനിയായിട്ടുള്ള മദ്രസകൾ പഠിപ്പിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകുന്ന ജോലിക്കാർക്ക്, അവർക്കൊക്കെ ഔഖാഫ് നൽകുന്ന സാലറി അതുപോലുള്ള കാര്യങ്ങൾ, അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫഹാദാ ലാ യദുറു അഖ്ദുഹു ഫി ഈമാനിൽ അബ്ദി വ തൗഹീദിഹി, അങ്ങനെ വാങ്ങുക എന്നുള്ളത് ഒരാളുടെ ഈമാനിനോ തൗഹീദിനോ ദോഷം ചെയ്യുന്ന കാര്യമല്ല. ലികൗനിഹി, കാരണം ലം യുരിദ് ബിഅമലിഹി അദ്ദുനിയ, അവൻ ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ടല്ല അവനെ അമൽ ചെയ്തിട്ടുള്ളത്. വൈന്നമ അറാദ ദീൻ, അവൻ ദീനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു മസ്ജിദിൽ ഒരാൾ ഇമാമത്തിന്റെ ജോലി ചെയ്യുകയാണ്. അപ്പൊ ആളുകൾക്ക് അവൻ നിസ്കരിക്കണം, അപ്പൊ ആളുകൾക്ക് അവന് ഖുർആൻ അറിയാം, ആളുകൾക്ക് അവൻ ഇമാമത്ത് നിൽക്കുകയാണ്, അവന്റെ ഉദ്ദേശം അതാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന ആള്, അല്ലെങ്കിൽ ഖുതുബ നിർവഹിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാള്, അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അവരുടെ ഈ ജോലിക്ക് സഹായകമാകാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ നൽകുന്നത്, അത് അവർ വാങ്ങുന്നത് എന്തല്ല? ഈ നേരത്തെ പറഞ്ഞ ദുനിയാവ് ലക്ഷ്യം വെച്ചു എന്നതിൽ പെട്ടതല്ല. വഖസദ അയ്യകൂന മാ ഹസല ലഹു മുഈനൻ ലഹു അലാ ഖിയാമിദ്ദീൻ, അവരാ നേടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ അവർ ചെയ്യുന്ന കാര്യം, ദീനിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യം, അതൊന്നുകൂടി എളുപ്പത്തിൽ ചെയ്യാനുള്ള സഹായത്തിന് വേണ്ടി മാത്രമാണ്. വലിഹാദാ ജഅല അല്ലാഹു ഫിൽ അംവാലി ശർഇയ്യ, അതുകൊണ്ടാണ് ശർഇയ്യായ സമ്പത്തിൽ പോലും അല്ലാഹു തആല എന്ത് വെച്ചിട്ടുള്ളത്? ഏതുപോലെ കസ്സകവാതി, സക്കാത്തിന്റെ വിഷയത്തിൽ, വഅംവാലിൽ ഫൈഇ, ഫൈഇ എന്ന് പറഞ്ഞാൽ ഒരു തരം ഗനീമത്ത് സ്വത്താണ്. യുദ്ധം നടക്കാതെ തന്നെ ശത്രുക്കളുടെ സ്വത്ത് ലഭിച്ചാൽ അതിനാണ് ഫൈ എന്ന് പറയാം. അതൊക്കെ മുസ്ലിമുകൾക്കിടയിൽ വിരിച്ചു കൊടുക്കും. അതിൽ സക്കാത്തിന്റെ ജോലി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ട്? സക്കാത്തിന് അവകാശമുണ്ട്. അവർക്ക് അള്ളാഹു വെച്ചത് അതുകൊണ്ടാണ്. വഗൈരിഹാ ജുസ്അൻ കബീറൻ ലിമൻ യഖൂമു ബിൽ വവാഇഫി ദീനിയ വദുനിയവിയ, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദീനിയായിട്ടും ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെ നൽകുക എന്നുള്ളത് ഈ ദുനിയാവ് ലക്ഷ്യം വെച്ചു എന്നതിൽ പെടുന്നില്ല. അവർക്ക് ദീനിയായതും ദുനിയവിയായിട്ടുള്ള നാഫിഅ ഉപകാരത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കമാ ഖദ് അറഫ തഫാസീല ദാലിക്, നീ അതിന്റെ ആ വേർതിരിവ് മനസ്സിലാക്കിയതുപോലെ. അപ്പോൾ ദുനിയാവ് ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിൽ പറഞ്ഞു. ദുനിയാവ് മാത്രം ലക്ഷ്യം വെക്കുന്ന ആള്, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ലക്ഷ്യം വെക്കുന്ന ആള്, അതുപോലെ തന്നെ മൂന്നാമത് അള്ളാഹുവിന് മാത്രം ലക്ഷ്യമാണ്, പക്ഷെ ദുനിയാവിയായ നേട്ടങ്ങൾ അവൻ അതിലൂടെ ലഭിക്കുന്നുണ്ട്, പക്ഷെ അവൻ ലക്ഷ്യമാക്കിയിട്ടില്ല. അപ്പോ ആ നിലക്ക് ചെയ്യുന്ന ആള്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് അവസാനിപ്പിക്കുകയാണ്, ഫഹാദ തഫ്സീലു യുബയ്യിൻ ലക ഹുക്മ ഹാദിഹിൽ മസ്അല, ഈ മസ്അലയുടെ വേർതിരിവ് ഈ വിശദീകരണത്തിലൂടെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കബീറത്ത ശഅൻ, ഗൗരവമുള്ള ഒരു കാര്യമാണ്. വയൂജിബു ലക അൻ തൻസിലൽ ഉമൂറ മനാസിലഹാ, ഓരോന്നിനെയും അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് മനസ്സിലാക്കേണ്ടത് നിന്റെ മേലെ നിർബന്ധമാണ് എന്ന് നീ ശ്രദ്ധിക്കണം. വല്ലാഹു അലം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് അത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ റിയാഉം അമലുകൾ കൊണ്ട് ദുനിയാവ് ലക്ഷ്യം വെക്കുന്നതും ഈ രണ്ട് ബാബുകളിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ അകത്ത് ഗോപ്യമായി കടന്നുകൂടാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ്, നമ്മുടെ തൗഹീദിനെ തകർത്ത് കളയാൻ പ്രാപ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പൂർത്തീകരിക്കാനും ഇഖ്ലാസ് സാക്ഷാത്കരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.